ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സം സോഷ്യോളജിയുടെ ഒരു മെയിൻ പേപ്പറായ സോഷ്യൽ ഇൻഫർമാറ്റിക്സിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇതിലും കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വരികയാണെങ്കിൽ നോട്ട്സ് അസൈൻമെൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദവിവരങ്ങൾ വാട്സപ്പിൽ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് റിപ്പോസിറ്ററീസ് ആൻഡ് ഡാറ്റ സോഴ്സസ് എന്നാണ്. അതിലേക്ക് പോകാം. ഇതിൽ ആദ്യം വരുന്നത് റിപ്പോസിറ്ററീസ് ആൻഡ് ഡാറ്റ സോഴ്സസിൽ ശേഖരങ്ങളും ഡാറ്റ ഉറവിടങ്ങളും എന്നാണ് അതിൻ്റെ മലയാളം. അതായത് ഒരു അക്കാദമിക് ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ അക്കാദമികമായിട്ടുള്ള ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണവും വിജ്ഞാന വ്യാപനവും സഹകരണവും സുഗമമാക്കുന്നതിന് ശേഖരണങ്ങളും അതുപോലെ തന്നെ ഡാറ്റ ഉറവിടങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ പര്യവേക്ഷണം ചെയ്യാനും വിശകലനം ചെയ്യാനും കെട്ടിപ്പടുക്കാനും ഗവേഷകർക്ക് ധാരാളം വിവരങ്ങൾ പ്രദാനം ചെയ്യുന്ന വൈജ്ഞാനിക കൃതികൾ, അതുപോലെ ഡാറ്റ സൈറ്റുകൾ, മറ്റ് അക്കാദമിക് ഉറവിടങ്ങൾ എന്നിവയുടെ റിസർവോയറുകളുമായിട്ട്, അതായത് സംഭരണികളായിട്ടവ വർത്തിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന വിവര സ്രോതസ്സുകളിലേക്ക് കേന്ദ്രീകൃത പ്രവേശനം നൽകുന്നതിലൂടെ ഈ ശേഖരങ്ങൾ പണ്ഡിതന്മാരെ അവരുടെ മേഖലകളിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ കണ്ടെത്തലുകൾ സംഭാവന ചെയ്യാനും ഇൻ്റർ ഡിസിപ്ലിനറി, അതായത് വിവിധ വിഷയങ്ങളിലുമായിട്ട് സഹകരണത്തിൽ ഏർപ്പെടാനും അവരെ സഹായിക്കും. അവ വൈജ്ഞാനിക പ്രവർത്തനത്തിൻ്റെ ദൃശ്യപരതയും സ്വാധീനവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, മൂല്യവത്തായ ഗവേഷണം ആഗോള പ്രേക്ഷകർക്ക് പ്രാപ്യമാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇനി ഗൂഗിൾ സ്കോളറിനെ കുറിച്ച്, അത് എസ്സേ ആയിട്ട് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഗൂഗിൾ സ്കോളർ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അക്കാദമിക് സെർച്ച് എഞ്ചിനുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വിവിധ വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ സാഹിത്യത്തിൻ്റെ ഒരു വലിയ ശേഖരം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പരമ്പരാഗത സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൂഗിൾ സ്കോളർ വിദ്യാഭ്യാസ ഉള്ളടക്കം, അതുപോലെ തന്നെ പണ്ഡിതോചിതമായ ലേഖനങ്ങൾ, തീസീസുകൾ, പുസ്തകങ്ങൾ, കോൺഫറൻസ് പേപ്പറുകൾ, മറ്റ് അക്കാദമിക് പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൻ്റെ ഉപഭോക്തൃ സൗഹൃദ ഇൻ്റർഫേസും വിപുലമായ സെർച്ച് സൗകര്യങ്ങളും കഴിവുകളും പ്രസക്തമായ സാഹിത്യം കാര്യക്ഷമമായി കണ്ടെത്താൻ ഗവേഷകരെ സഹായിക്കുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ധരണി ട്രാക്കിംഗ് സവിശേഷത ഒരു പേപ്പറിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ച നൽകുന്നു. അതിൻ്റെ സമഗ്രമായ കവറേജും ശക്തമായ സെർച്ച് അൽഗോരിതങ്ങളും ഗവേഷകർ അവരുടെ മേഖലകളിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനോ ഫയലുകൾ ഗവേഷകരുടെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, ഉദ്ധരണികൾ, അതുപോലെ ഇൻഡെക്സ് എന്നിവ പ്രദർശിപ്പിക്കാനും അനുവദിക്കുന്നു. ഇത് പണ്ഡിത സമൂഹത്തിൽ അവരുടെ ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ സവിശേഷതകൾക്കൊപ്പം ഗൂഗിൾ സ്കോളർ ഗവേഷകർക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് ഗൂഗിൾ സ്കോളറിൻ്റെ പ്രധാന സവിശേഷതകൾ, ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ടെസ്റ്റിൽ വരിക. ഒന്നാമത്തത് എഫോർട്സ് സെർച്ച് ആൻഡ് ആക്സസ് ആണ്. അതായത് ആയാസരഹിതമായ സെർച്ച്, തിരയലും പ്രവേശനവും. ലളിതമായ ഇൻ്റർഫേസാണ് അതിൽ വരും. ഒന്നിൽ ഒന്നാണ്, അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പറയാം. എന്താ ലളിതമായ ഒരു ഇൻ്റർഫേസാണുള്ളത്. അതിൽ രണ്ടാമത്തതാണ് എന്തായാലും ഫുൾ ടെക്സ്റ്റ് ലേഖനങ്ങൾ. അതുപോലെ മൂന്നാമത്തതാണ് ലൈബ്രറി സംയോജനം. വിവിധ ലൈബ്രറിയിലുള്ള സംവിധാനങ്ങളെയൊക്കെ കൂടി സംയോജിപ്പിക്കുന്ന ഒരു തരം. ഇനി രണ്ടാമത്തെ അതിൻ്റെ കീ ഫീച്ചറാണ് എൻഹാൻസ്ഡ് റിസർച്ച് എഫിഷ്യൻസി, അതായത് മെച്ചപ്പെട്ട ഗവേഷണ കാര്യക്ഷമത. അതിലൊന്നാണ് ഉദ്ധരണി ട്രാക്കിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പക്ഷേ എന്താ ഉദ്ധരണി ട്രാക്കിംഗ് പറഞ്ഞില്ലല്ലോ. ഉദ്ധരിച്ച സവിശേഷത ഉപയോഗിച്ച് ഒരു പേപ്പറിൻ്റെ സ്വാധീനത്തിൻ്റെ വിലയേറിയ ഉൾക്കാഴ്ചകൾ നേടുന്നതിനാണ് ഉദ്ധരണി ട്രാക്കിംഗ് എന്ന് പറയുക. അതിൽ രണ്ടാമത്തതാണ് ഉദ്ധരണി ഫോർമാറ്റിംഗ്. എന്നാൽ ഒറ്റ ക്ലിക്കിലൂടെ വിവിധ ശൈലികളിൽ ഉദ്ധരണികൾ സൃഷ്ടിക്കുക. ഇനി മൂന്നാമത്തെ അതിൻ്റെ സവിശേഷതയാണ് ബ്രോഡ് ആൻഡ് ഡീപ്പ് കവറേജ്, വിശാലവും ആഴത്തിലുള്ളതുമായ കവറേജ്. അതിലൊന്നാണ് ശാസ്ത്ര സാങ്കേതിക മെഡിക്കൽ മേഖലകളിൽ ഗൂഗിൾ സ്കോളർ മികവ് പുലർത്തുന്നു എന്നത്. രണ്ടാമത്തതാണ് അറിവിൻ്റെയോ അനുഭവത്തിൻ്റെയോ പരിധി വർദ്ധിപ്പിക്കുക എന്നത്. മൂന്നാമത്തതാണ് ലേഖനങ്ങൾക്കപ്പുറം, അതായത് ലേഖനങ്ങൾ മാത്രമല്ല അതിനപ്പുറം പണ്ഡിതോചിതമായ ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യുക എന്നത്. ഇനി നാലാമത്തെ കീ ഫീച്ചറാണ് അഡ്വാൻസ്ഡ് സെർച്ച്, വിപുലമായ തിരച്ചിൽ.
പിന്നെ അത് അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് ഗൂഗിൾ സ്കോളർ. ഇനി ഇൻഫ്ലിബ് നെറ്റാണ്. ഇൻഫ്ലിബ് നെറ്റ്, ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ. എന്താണ് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, ഇൻഫ്ലിബ് നെറ്റ് എന്ന് പറയും കേട്ടോ. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്കായ ഇൻഫ്ലിബ് നെറ്റ് ഇന്ത്യക്കുള്ളിലെ അക്കാദമിക് ആശയവിനിമയത്തിനും സഹകരണത്തിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതും പ്രത്യേകം ചോദിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഏരിയ എന്ന് വരും കേട്ടോ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC UN ഒരു സംരംഭമായി UGCയുടെ ഒരു സംരംഭമായി സ്ഥാപിതമായ ഇൻഫ്ലിബ് നെറ്റ് വിവിധ ഏജൻസികൾ ഉൾപ്പെടുന്ന സഹകരണ ശ്രമങ്ങളിലൂടെ സ്കോളർഷിപ്പ്, പഠനം, ഗവേഷണം, അക്കാദമിക് പ്രവർത്തനം എന്നിവയുടെ പിന്തുണയിലൂടെ വിവരങ്ങളെ കൈമാറ്റുന്നതിനും പ്രവേശനത്തിനുമുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിവരങ്ങളുടെ ഒപ്റ്റിമൈസ്, അതായത് ഏറ്റവും അനുകൂലമാക്കുന്ന വിധത്തിൽ അതിനെ ഉപയോഗിക്കാനും അത്യാവശ്യ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ നവീകരിക്കുന്നതിൽ ഇൻഫ്ലിബ് നെറ്റിന് വലിയൊരു പങ്കുണ്ട്. ഇനി ഇൻഫ്ലിബ് നെറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് സ്കോളർലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷനാണ്. എന്നാൽ പണ്ഡിത ആശയവിനിമയവും സഹകരണവും. ഇൻഫ്ലിബ് നെറ്റ് അക്കാദമിക് ലൈബ്രറികളുടെയും വിവര കേന്ദ്രങ്ങളുടെയും ഒരു ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തത് അതിൽ വരുന്നത് ശോധഗംഗ റെപ്പോസിറ്ററിയാണ്. ശോധഗംഗ ശേഖരം അതെന്താണെന്ന് പറയാം. എന്താണ് ശോധഗംഗ? ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നുള്ള ഇലക്ട്രോണിക് തീസീസുകളുടെ അല്ലെങ്കിൽ പ്രബന്ധം ETDs എന്ന് പറയും കേട്ടോ. അതുപോലെ ഹോസ്റ്റ് ചെയ്യുന്ന ശോധഗംഗ ശേഖരമാണ് ഇൻഫ്ലിബ് നെറ്റിൻ്റെ മുൻനിര ഓഫറുകളിൽ ഒന്ന്. വിവിധ വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഡോക്ടറൽ തീസീസുകളെയും ഗവേഷണ പ്രബന്ധങ്ങളുടെയും വിപുലമായ ശേഖരത്തിലേക്ക് ശോധഗംഗ തുറന്ന പ്രവേശനം നൽകുന്നു. ഈ ശേഖരം ഗവേഷകർക്ക് വിലമതിക്കാനാവാത്ത ഒരു വിഭവമാണ്. ശോധഗംഗ. ഇത് ഇന്ത്യയിൽ നടക്കുന്ന നിരവധി യഥാർത്ഥ ഗവേഷണങ്ങൾ പരിവേഷണം ചെയ്യാൻ ആളുകളെ പ്രാപ്തരാക്കുന്നുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി ഇൻഫ്രാസ്ട്രക്ചറാണ് മൂന്നാമത്തേത്. ഇൻഫ്ലിബ് നെറ്റിൻ്റെ അല്ലെങ്കിൽ നെറ്റ് അതിൻ്റെ ശക്തമായ ഡിജിറ്റൽ ലൈബ്രറി ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഈ റിസോഴ്സുകളെ അതുപോലെ ഈ ജേണലുകളെയൊക്കെ ഡാറ്റാബേസുകളായും സമ്പത്തിലേക്ക് പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നതായിട്ടും മാറ്റുന്നുണ്ട്. ഇനി നാലാമത്തതാണ് റിസോഴ്സ് ഷെയറുകളും ഇൻ്റർ ലൈബ്രറി ലോൺ സേവനങ്ങളും. അതായത് റിസോഴ്സ് ഷെയറിങ്ങും ഇൻ്റർ ലൈബ്രറി ലോൺ സേവനങ്ങളും സുഗമമാക്കുന്നതിലൂടെ ഒരു വൈജ്ഞാനിക വിവരങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിൽ ഇൻഫ്ലിബ് നെറ്റ് അതിൻ്റേതായൊരു പങ്ക് പ്രദാനം ചെയ്യുന്നു. അഞ്ചാമത്തത് ക്രിയേറ്റിംഗ് എ നാഷൻ വൈഡ് നെറ്റ്വർക്ക്, ഒരു രാജ്യവ്യാപക നെറ്റ്വർക്ക് സൃഷ്ടിക്കുന്നു എന്നതാണ്. ഇൻഫ്ലിബ് നെറ്റ് സർവകലാശാലകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇൻഫർമേഷൻ സെൻറ്ററുകൾ, ദേശീയ പ്രാധാന്യമുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലുടനീളമുള്ള ലൈബ്രറികളെയും വിവര കേന്ദ്രങ്ങളെയും തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ആശയവിനിമയത്തിൻ്റെ ഒരു സമഗ്ര ശൃംഖലയാണ്. ആറാമത്തത് കമ്പ്യൂട്ടറൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. രാജ്യത്തുടനീളമുള്ള ലൈബ്രറികളിലും വിവര കേന്ദ്രങ്ങളിലും പ്രവർത്തനങ്ങളുടെയും സേവനങ്ങളുടെയും കമ്പ്യൂട്ടർവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഫ്ലിബ് നെറ്റിൻ്റെ ഒരു പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന്. ഏഴാമത്തത് സ്റ്റാൻഡേർഡൈസേഷനും മാർഗ്ഗനിർദ്ദേശങ്ങളുമാണ്. അതായത് ഗൈഡ് ലൈനായിട്ട് പ്രവർത്തിക്കലുമാണ്. ടെക്നിക്കുകൾ, തീസീസ്, അതിൻ്റെ രീതികൾ, നടപടിക്രമങ്ങൾ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സേവനങ്ങൾ എന്നിവയിൽ വികസിക്കുന്ന മാനദണ്ഡങ്ങളും ഏകീകൃത മാർഗ്ഗനിർദ്ദേശങ്ങളും വികസിപ്പിക്കുന്നതിൽ ഇൻഫ്ലിബ് നെറ്റ് അതിൻ്റേതായൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. എട്ടാമത്തത് ദേശീയ നെറ്റ്വർക്കിംഗ് വികസനമാണ്. വിവിധ ലൈബ്രറികൾ, ഇൻഫർമേഷൻ സെൻറ്ററുകൾ, സർവകലാശാലകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ ശൃംഖല വികസിപ്പിക്കാൻ ഇൻഫ്ലിബ് നെറ്റ് ശ്രമിക്കുന്നു. ഒൻപതാമത്തത് ഓൺലൈൻ യൂണിയൻ കാറ്റലോഗുകളാണ്. പ്രമാണ ശേഖരങ്ങളിലേക്കുള്ള വിശ്വസനീയമായ ആക്സസ് ഉറപ്പാക്കുന്നതിന് ഇന്ത്യയിലെ വിവിധ ലൈബ്രറികളിൽ നിന്നുള്ള സീരിയലുകളെ, അതുപോലെ തീസീസുകൾ, പ്രബന്ധങ്ങൾ, പുസ്തകങ്ങൾ, മോണോഗ്രാഫുകൾ, നോട്ട്ബുക്ക് മെറ്റീരിയലുകൾ എന്നിവയുടെ ഒരു ഓൺലൈൻ യൂണിയൻ കാറ്റലോഗ് ഇൻഫ്ലിബ് നെറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. പത്താമത്തത് ഗ്രന്ഥസൂചിക വിവരങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. ഇൻഫ്ലിബ് നെറ്റ് ആക്സസ് നൽകുന്ന ഗ്രന്ഥസൂചിക വിവര സ്രോതസ്സുകളാണ് സെൻട്രൽ ഇൻഫർമേഷൻ സെൻറ്ററുകൾ, UGC ഇൻഫർമേഷൻ സെൻറ്ററുകൾ, അതുപോലെ തന്നെ സിറ്റി നെറ്റ്വർക്കുകൾ എന്നിവ സൃഷ്ടിക്കുന്ന ഡാറ്റാബേസുകളിലൂടെ ഉള്ള ഉദ്ധരണികൾ, സംഗ്രഹങ്ങൾ മുതലായവ. ഇനി 11ാമത്തത് മൂല്യവത്തായ വിവരങ്ങളുടെ ആൽക്കൈവുകളാണ്. എന്ന് പറഞ്ഞാൽ റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടുന്നതാണ്. അത് ഇവിടെ പറയുന്നത് ഹൈഡൻസിറ്റി സ്റ്റോറേജ് മീഡിയ ഉപയോഗിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിലെ കയ്യെഴുത്ത് പ്രതികളും രേഖകളും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്ലിബ് നെറ്റ് പുതിയ രീതികൾ വികസിപ്പിക്കുന്നുണ്ട്. 12ാമത്തത് വിഭവ വിനിയോഗം പരമാവധിയാക്കുന്നു എന്നതാണ്.
പങ്കിട്ട കാറ്റലോഗിങ്ങിലൂടെയും ഇൻ്റർനെറ്റ് ലൈബ്രറി വായ്പാ സേവനങ്ങളും ശേഖരണ വികസനവും വിവരവിഭവങ്ങളുടെ ഉപയോഗവും പരമാവധിയാക്കാനും വിഭവ സമ്പാദനത്തിലെ തനിപ്പകർപ്പ് കുറയ്ക്കാനും ഇൻഫ്ലിപ്നെറ്റ് ലക്ഷ്യമിടുന്നു. 13ാമത്തത് എല്ലാവർക്കും പ്രവേശനം സാധ്യമാക്കുന്നു എന്നതാണ്. രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന ഉപയോക്താക്കളെ അതിൻ്റെ സൗകര്യങ്ങളിലൂടെയും യൂണിയൻ കാറ്റലോഗുകളിലൂടെയും സ്ഥലവും ദൂരവും പരിഗണിക്കാതെ തന്നെ വിവര ഉറവിടങ്ങൾ ആക്സസ് ചെയ്യാൻ അത് പ്രാപ്തമാക്കുന്നു. 14ാമത്തത് സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അതായത് ഇൻഫ്ലിപ്നെറ്റ് രാജ്യത്തെ ലൈബ്രറികൾ, അതുപോലെ ഡോക്യുമെൻറ്റേഷൻ സെൻറ്ററുകൾ, ഇൻഫർമേഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്കിടയിൽ ഒരു സഹകരണം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്നു. 15ാമത്തത് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. കപ്പാസിറ്റി ബിൽഡിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി പ്രവർത്തനങ്ങളിലും നെറ്റ്വർക്കിങ്ങിലും മാനവവിഭവശേഷി പരിശീലിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും നെറ്റ്വർക്കിൻ്റെ സ്ഥാപനം, മാനേജ്മെൻറ്റ്, സുസ്ഥിരത എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇൻഫ്ലിപ്നെറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നു. 16ാമത്തത് അക്കാദമിക് ആശയവിനിമയം സുഗമമാക്കുന്നു എന്നതാണ്. ഇമെയിൽ ഫയലുകൾ കൈമാറ്റം, കമ്പ്യൂട്ടർ, ഓഡിയോ, വീഡിയോ കോൺഫറൻസിങ് എന്നിവ ഉൾപ്പെടെ വിവിധ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, സാമൂഹിക ശാസ്ത്രജ്ഞർ, അക്കാദമിക് ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്കിടയിൽ അക്കാദമിക് ആശയവിനിമയം ഇൻഫ്ലിപ്നെറ്റ് സുഗമമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഒരു സംരംഭമായ ഇൻഫ്ലിപ്നെറ്റ് അക്കാദമിക് ലൈബ്രറികളുടെ പണ്ഡിതോചിതമായ ആശയവിനിമയവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള കേന്ദ്രങ്ങളും ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നുള്ള ഇലക്ട്രോണിക് തീസീസുകളും പ്രബന്ധങ്ങളും, അതായത് ETDസും ഹോസ്റ്റ് ചെയ്യുന്ന ശോധഗംഗ ശേഖരണവും അതിൻ്റെ പ്രധാന ഓഫറുകളിൽ ഉൾപ്പെടുന്ന ഒരു എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ശൃംഖലയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ശോധഗംഗ എന്താണ്? ശോധഗംഗയെക്കുറിച്ച് വിശദമായിട്ടാണ്, അതും ചോദിക്കും പരീക്ഷ കേട്ടോ. രസീതുകൾ, പ്രബന്ധങ്ങൾ എന്നീ അമൂല്യമായ വിജ്ഞാന സ്രോതസ്സുകൾ പരമ്പരാഗത പ്രസിദ്ധീകരണ ചാനലുകളിലൂടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന അതുല്യമായ ഗവേഷണ ശ്രമങ്ങളെ പതിവായി പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ശോധഗംഗ. നിർഭാഗ്യവശാൽ ഈ കൃതികൾ പലപ്പോഴും ഉപയോഗശൂന്യമായിട്ട് ആണ് തുടരുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ സർവകലാശാലയിലെ ഗവേഷണ തീസീസുകൾ, ഇന്ത്യൻ സർവകലാശാല ഗവേഷണ തീസീസുകളുടെയും പ്രബന്ധങ്ങളുടെയും ഇലക്ട്രോണിക് പതിപ്പുകൾ സമർപ്പിക്കുന്നതിന് അതിനുള്ള അത് സമർപ്പിക്കാൻ വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അതിനൊക്കെ മാറ്റിയിട്ട് ഒരു പ്രബന്ധ രൂപത്തിൽ അതിനെ തയ്യാറാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഉത്തരവിന് മറുപടിയായി ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ ഇന്ത്യൻ ഇലക്ട്രോണിക് പ്രബന്ധങ്ങളുടെയും തീസീസുകളുടെയും ഡിജിറ്റൽ ശേഖരമായ ശോധഗംഗ സ്ഥാപിച്ചു. ശോധഗംഗ എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ശോധഗംഗ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ശോധ അല്ല, ശരിക്കും സംസ്കൃതത്തിൽ ശോധഗംഗ എന്നാണ് കേട്ടോ. ഇവിടെ ശോധ് എന്നാൽ ഗവേഷണവും കണ്ടെത്തലുമാണ് അർത്ഥമാക്കുന്നത്. ഗംഗ എന്നത് നമ്മുടെ ഗംഗാ നദിയുടെ പൈതൃകത്തോട് കൂടിയിട്ട്, അതായത് ഇന്ത്യയുടെ ഒരു പൈതൃകമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഗംഗാനദി ദശലക്ഷക്കണക്കിന് പൈതൃകത്തെ പ്രതീകപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ ആതിഥേയത്വം വഹിക്കുന്ന, പരിപാലിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ബൗദ്ധിക ഉൽപ്പാദനത്തിൻ്റെ ഒരു സംഭരണിയായിട്ട് ശോധഗംഗ പ്രവർത്തിക്കുന്നു. ഹ്യൂലറ്റ് പക്കാർഡുമായ HP പറയാട്ടോ. ഹ്യൂലറ്റ് പക്കാർഡുമാന്ന് പറഞ്ഞാൽ HP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. പങ്കാളിത്തത്തോടെ MIT വികസിപ്പിച്ചെടുത്ത ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ റിപ്പോസിറ്ററി സോഫ്റ്റ്വെയർ DSpace ആണ് ശോധഗംഗ ഉപയോഗിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഗവേഷണ പണ്ഡിതന്മാരെ അവരുടെ PhD നിക്ഷേപിക്കാൻ പ്രാപ്തമാക്കുന്നുണ്ട്. തീസീസുകൾ ഒരു ഓപ്പൺ ആക്സസ് ഫോർമാറ്റിൽ ആഗോള പണ്ഡിത സമൂഹത്തിന് അവ ആക്സസ് ചെയ്യാൻ കഴിയും. ഇനി മെറ്റാ ഡാറ്റ ഹാർവെസ്റ്റിങ്ങിനുള്ള ഓപ്പൺ ആർക്കൈവ്സ് ഇനീഷ്യേറ്റീവ് പ്രോട്ടോക്കോൾ OAI-PMH എന്ന് പറയും കേട്ടോ. അതുപോലെ മെറ്റാ ഡാറ്റയ്ക്കായുള്ള ഡബ്ലിൻ കോർ സ്കീമയുടെ യോഗ്യതയുള്ള പതിപ്പും ഉൾപ്പെടെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള പ്രോട്ടോക്കോളുകളും ഇൻ്റർ ഓപ്പറബിലിറ്റി മാനദണ്ഡങ്ങളും ശേഖരം ഉപയോഗിക്കുന്നുണ്ട്. റിപ്പോസിറ്ററിയുടെ അത് ചോദിക്കാറുണ്ട്, അത് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് കേട്ടോ. ഏതാണ്? മെറ്റാ ഡാറ്റ ഹാർവെസ്റ്റിങ്ങിനുള്ള ഓപ്പൺ ആർക്കൈവ്സ് ഇനീഷ്യേറ്റീവ് പ്രോട്ടോക്കോളും മെറ്റാ ഡാറ്റയ്ക്കായുള്ള ഡബ്ലിൻ കോർ സ്കീമയുടെ യോഗ്യതയുള്ള പതിപ്പും കേട്ടോ. റിപ്പോസിറ്ററിയുടെ, അതായത് ശേഖരണത്തിൻ്റെ ഘടന ഓരോ സർവകലാശാലയുടെയും അക്കാദമിക് ഓർഗനൈസേഷനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് ഗവേഷകരുടെ നാവിഗേഷൻ എളുപ്പമാക്കുന്നു. സർവകലാശാലയ്ക്കുള്ളിലെ വകുപ്പുകൾ, കേന്ദ്രങ്ങൾ, കോളേജുകൾ എന്നിവ ശോധഗംഗയിൽ പ്രതിനിധീകരിക്കുന്നു. പണ്ഡിതന്മാരെ അവരുടെ പ്രബന്ധങ്ങൾ ഉചിതമായ അക്കാദമിക് യൂണിറ്റിൽ നിക്ഷേപിക്കാൻ അത് അനുവദിക്കുന്നു. സർവകലാശാലകളിലൂടെയും വകുപ്പുകളിലൂടെയും ബ്രൗസിംഗ് കഴിവുകളും ലളിതവും നൂതനവുമായ തിരയൽ ഓപ്ഷനുകളും ശേഖരം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ കൂടുതൽ
വിഷയാധിഷ്ഠിത ബ്രൗസിംഗ്, നാവിഗേഷൻ, തിരയൽ, ഗവേഷണത്തിനുള്ള ഒരു ഉള്ളടക്കം, വീണ്ടെടുക്കൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക സെമാൻറ്റിക് വെബ് അധിഷ്ഠിത ഇൻ്റർഫേസ് ആണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു സെൻട്രൽ റിപ്പോസിറ്ററി എന്നതിലുപരിയായിട്ട് ശോധഗംഗ സർവകലാശാലകളെ അവരുടെ സ്വന്തം ഇലക്ട്രോണിക് പ്രബന്ധങ്ങളെ ETD എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അത് സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഇൻഫ്ലിപ്നെറ്റ് ആതിഥേയത്വം വഹിക്കുന്ന ഇലക്ട്രോണിക് തീസീസുകളുടെയും പ്രബന്ധങ്ങളുടെയും ശേഖരമായ ശോധഗംഗ ഇന്ത്യൻ സർവകലാശാലകളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡോക്ടറേറ്റ് ഗവേഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുന്നു. അത് അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. ഓപ്പൺ ആക്സസും പണ്ഡിതോചിതമായ ദൃശ്യപരതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശോധഗംഗ ഗവേഷകരെ സൗജന്യമായിട്ട് ETDകൾ നിക്ഷേപിക്കാനും ആക്സസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പ്രാപ്തമാക്കുന്നു. ഡോക്ടറൽ തീസീസുകൾ ഡിജിറ്റൈസ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ശോധഗംഗ വിലപ്പെട്ട ഗവേഷണ ഫലങ്ങളിലേക്കുള്ളൊരു പ്രവേശനം സുഗമമാക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യയുടെ ബൗദ്ധിക അതായത് ബുദ്ധിപരമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും അത് സഹായിക്കുന്നു. അതുകൂടാതെ ഗവേഷകർക്ക് അവരുടെ കണ്ടെത്തലുകൾ പ്രചരിപ്പിക്കാനും പണ്ഡിത സമൂഹവുമായിട്ട് ഇടപഴകാനും അവരുടെ സാഹിത്യകൃതികളുടെ പ്രവേശനക്ഷമതയും ദീർഘായുസ്സും ഉറപ്പാക്കാനും ഒരു വേദി നൽകിക്കൊണ്ട് ശോധഗംഗ സഹകരണവും വിജ്ഞാന കൈമാറ്റവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ശോധഗംഗ എന്നാണ് അത് ചോദിക്കും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ശോധഗംഗ. ശോധഗംഗയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് എൻഹാൻസ് അക്സസിബിലിറ്റിയാണ്, മെച്ചപ്പെട്ട പ്രവേശനക്ഷമത. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് വിസിബിലിറ്റിയാണ്, വർദ്ധിച്ച ദൃശ്യപരത, പെട്ടെന്ന് കാണാൻ കഴിയാതെ. മൂന്നാമത്തത് റിസോഴ്സ് ഫോർ റിസർച്ചേഴ്സാണ്, ഗവേഷകർക്കുള്ള ഉറവിടമാണത്. നാലാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബെനിഫിറ്റ്സ് ആണ്, സ്ഥാപനപരമായ ആനുകൂല്യങ്ങൾ. ആറാമത്തത് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, NDLI എന്ന് പറയും. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ NDLI ഇന്ത്യയുടെ വിപുലമായ സാംസ്കാരികവും അതുപോലെ തന്നെ വൈജ്ഞാനികവുമായ പൈതൃകം ഡിജിറ്റൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ സംരംഭമാണ്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ശേഖരങ്ങളിൽ ഒന്നെന്ന നിലയിൽ പാഠപുസ്തകങ്ങൾ, ലേഖനങ്ങൾ, അതുപോലെ ഓഡിയോ വിഷ്വൽ മെറ്റീരിയലുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടുകയും അക്കാദമിക് വിഭവങ്ങളുടെ സമ്പന്ന ശേഖരം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പഠിതാക്കൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവർക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്ന NDLI ഒന്നിലധികം ഭാഷകളിലും ഫോർമാറ്റുകളിലുമുള്ള ഉള്ളടക്കത്തിലേക്ക് പ്രവേശനം നൽകുന്നു. വൈവിധ്യമാർന്ന പ്രേക്ഷകർക്ക് പണ്ഡിതോചിതമായ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും. അക്കാദമിക് സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, അതുപോലെ ഉള്ളടക്ക സൃഷ്ടാക്കൾ എന്നിവരുമായുള്ള പങ്കാളിത്തത്തിലൂടെ NDLI അതിൻ്റെ ശേഖരം വിപുലീകരിക്കുന്നതും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അറിവും വിവരങ്ങളും ഉപയോഗിച്ച് ഉപയോക്താക്കളെ ശാക്തീകരിക്കുന്നതിന് അത് സഹായകമാണ്. ഓപ്പൺ ആക്സസിനും ഇൻക്ലൂസിവിറ്റിക്കും ഊന്നൽ നൽകുന്ന NDLI ഡിജിറ്റൽ യുഗത്തിൽ അക്കാദമിക് മികവിൻ്റെയും അതുപോലെ സാംസ്കാരിക സമ്പുഷ്ടീകരണത്തിൻ്റെയും ഒരു വഴികാട്ടിയായിട്ടും പ്രവർത്തിക്കുന്നു. ശേഖരങ്ങളും ഡാറ്റാ സ്രോതസ്സുകളും അക്കാദമിക് ഇൻഫോർമാറ്റിക്സിൻ്റെ അതായത് അക്കാദമികമായിട്ടുള്ള ഇൻഫോർമാറ്റിക്സിൻ്റെ വിശാലമായ ഭൂപ്രകൃതിയുടെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇനി അതർ പ്രൊമിനൻ്റ് റെപ്പോസിറ്ററീസ് ആൻഡ് ഡാറ്റാ സോഴ്സസ്. അതിൽ രണ്ടെണ്ണം നമ്മൾ മുൻ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് PubMed ആണ്. PubMed നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. രണ്ടാമത്തത് പറയുന്നത് JSTOR. JSTORും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റർ എന്ന് പറയും, ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതൊന്ന് പറയുന്നത് ARXIV ആണ് കേട്ടോ. ARXIV ആക്സൈവ് എന്ന് പറയും. അത് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ബയോളജി, ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലെ ഗവേഷണ പേപ്പറുകൾക്കായുള്ള ഒരു ഓപ്പൺ ആക്സസ് ശേഖരമാണ്. ഗവേഷകർക്ക് അവരുടെ രേഖകൾ ആക്സൈവിന് സമർപ്പിക്കാൻ കഴിയും. അത് അവരെ എന്ത് ചെയ്യുന്നു, ആഗോള ഗവേഷണ സമൂഹത്തിന് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇത്രയാണ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ബ്ലോക്കത്തെ 2 യൂണിറ്റുകൾ കഴിഞ്ഞു. ഒരു യൂണിറ്റ് കൂടി ആയാൽ ബ്ലോക്ക് തീരും. ഓക്കെ, താങ്ക്സ്.